തീർച്ചയായിട്ടും രഞ്ജിത്ത്, ഇത് മാർച്ചിൽ, അതായത് 2019 മാർച്ചിലും 2019 ജൂലൈയിലുമായി 2 തവണ കൊണ്ടുപോയത് കൊണ്ട് തന്നെയാണ് 2 FIR ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ കേസെടുത്ത സാഹചര്യത്തിലാണ് നിലവിൽ ED കൂടി ഈ വിഷയത്തിൽ ഇടപെടുന്നത്. പ്രത്യേകിച്ചും കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്ന് നിരന്തരം മറ്റു രാഷ്ട്രീയ കക്ഷികൾ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ, അതായത് ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് ബാംഗ്ലൂരാണ്, അതായത് സംസ്ഥാനത്തിന് പുറത്തേക്കാണ് എന്നുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഈ സംസ്ഥാനത്തെ മാത്രം അന്വേഷണ ഏജൻസിക്ക് ഇതിൽ ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ് മറ്റു പ്രതിപക്ഷ കക്ഷികളായാലും BJP ആയാലും ഒക്കെ ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ചും ആ ഒരു റീസൺ തന്നെയാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. സംസ്ഥാന സേനയ്ക്ക് അതിൽ ലിമിറ്റേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ സംസ്ഥാനം നിയോഗിക്കുന്ന അന്വേഷണ സംഘത്തിന് അതിൽ ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ കൂടുതലും ഈ CBI അന്വേഷണം വേണം, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ശക്തിപ്പെടുന്നതും അതിന്റെ ഭാഗമായാണ് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ED വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. ഇതുമായി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, പ്രത്യേകിച്ചും സ്വർണം കൊണ്ടുപോയിട്ട് സ്വർണം അതിൽ നിന്ന് പാളി ഇളക്കിയെടുത്ത സാഹചര്യവും തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ള അത് ഇതുമായി ബന്ധപ്പെട്ട മഹസർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഗുരുതരമായ വീഴ്ച, അതിൽ മഹസർ രേഖപ്പെടുത്തിയിരിക്കുന്ന ഗുരുതരമായ വീഴ്ചകൾ, അതുമായി ബന്ധപ്പെട്ട് 9 ഉദ്യോഗസ്ഥർ അടക്കം 10 പ്രതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ 10 പ്രതികളാണുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കേസിലെ 2 FIRലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ED, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ED ഈ വിഷയത്തിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ഈ സ്വർണ്ണപ്പാളിയും അതുപോലെ അതിൻ്റെ കട്ടളയും ഉൾപ്പെടെ ഇളക്കിക്കൊണ്ടുപോയി മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പ്രദർശനത്തിൽ വെച്ചും അതും ഭക്തി വിറ്റ് കാശാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഇടപെടലുകളൊക്കെ എത്രത്തോളമുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മറ്റ് സാമ്പത്തിക ഇടപാടുകൾ എന്താണ്, ഈ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ആണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോടതി ഈ കേസ് പരിഗണിക്കുമ്പോഴും ആ 5 അംഗ അന്വേഷണ സംഘത്തെ ഈ കേസ് കൃത്യമായി ഏൽപ്പിക്കുമ്പോഴും തിരിമറിയിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുമെന്ന് കോടതി പറയുന്ന സാഹചര്യത്തിലുമൊക്കെ ഈ സാമ്പത്തിക ഇടപാടുകൾ കൂടി അന്വേഷിക്കേണ്ടുന്ന ആവശ്യകതയുണ്ട്. അത് ഇതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച ഉണ്ടായി എന്ന് കോടതി, അതായത് വിജിലൻസ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് കോടതി 9 ഉദ്യോഗസ്ഥർ ഈ ഇതിൽ മഹസറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ സംസ്ഥാന ഏജൻസികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പരിമിതികളുണ്ട് ഈ അന്വേഷണത്തിൽ. നമുക്കത് വളരെ വ്യക്തമായി അറിയാം. കാരണം ഈ സ്വർണ്ണപ്പാളി അടക്കം സഞ്ചരിച്ച നിരവധി വഴികളുണ്ട്. അത് കേരളത്തിൻ്റെ പുറത്താണ്. ബാംഗ്ലൂരുവിലും ചെന്നൈയിലുമൊക്കെ നിരവധി ക്ഷേത്രങ്ങളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല വീടുകളിൽ എത്തിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല സാമ്പത്തികമായ ഒരുപാട് ഇടപാടുകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ശബരിമലയിലേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി വന്ന സ്വർണമുണ്ട്. ഇപ്പോഴൊക്കെ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നവരൊക്കെ കുറച്ചുകൂടി ധാരണയുള്ളവരൊക്കെ പറയുന്നത് ഇപ്പോൾ പുറത്തു വന്നതൊക്കെ ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശ്വസിച്ച് ഒരുപാട് ഭക്തർ അയ്യപ്പന് നൽകാനായി സ്വർണമായാലും പണമായാലും മറ്റു തരത്തിലുള്ള വസ്തുക്കളായാലുമോ കൈമാറിയിട്ടുണ്ട്. അതൊക്കെ ഈ കള്ളനായ ഇയാൾ ശബരിമലയിൽ എത്തിച്ചിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമാണ് ഇപ്പോൾ പുറത്തു വരുന്ന തെളിവുകൾ അനുസരിച്ച്. അക്കാര്യത്തിലൊരു കണക്ക് വേണം. ഇതാരൊക്കെയാണ് ഇയാൾ ഇടപാട് എന്ന് വേണം. ഒപ്പം സ്മാർട്ട് ക്രിയേഷൻസ് എന്ന ഈ സ്വർണ്ണപ്പാളി ഒരുക്കിയ അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി പൂശിയ കമ്പനി ഉണ്ടല്ലോ, അവരുമായി ബന്ധപ്പെട്ടുള്ള വിവരശേഖരണം വേണം. ഇതൊക്കെ ED അല്ലെങ്കിൽ CBI അതുപോലുള്ള കേന്ദ്ര ഏജൻസികൾ വന്നാൽ മാത്രമാണ് സാധ്യമാവുക. അപ്പോൾ അത്തരം ഘട്ടങ്ങളിലേക്കും ഈ അന്വേഷണം കടക്കുകയാണ്. തീർച്ചയായിട്ടും രഞ്ജിത്ത്, പ്രത്യേകിച്ച് സ്മാർട്ട് ക്രിയേഷൻസ് ആണ് ഇത് ചെമ്പ് പാളിയാക്കുന്ന സാഹചര്യം എന്താണെന്ന് കോടതിയിൽ ബോധ്യപ്പെടുത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്നത് സ്വർണം പതിച്ച പാളിയാണ്. അതേസമയം സ്വർണം പൂശിയ പാളിയിന്മേൽ വീണ്ടും സ്വർണം പൂശാൻ കഴിയില്ല, അതിനുള്ള സാങ്കേതികത തങ്ങൾക്ക് അറിയില്ല എന്ന് സ്മാർട്ട് ക്രിയേഷൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയിക്കുകയും ആ പാളിയിൽ ഉണ്ടായിരുന്ന സ്വർണം അലിയിച്ചെടുത്ത ശേഷം വീണ്ടും പൂശുകയുമായിരുന്നു ചെയ്തിരുന്നതെന്ന് സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകൻ കോടതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, എന്തുകൊണ്ടാണ് ബാക്കിയുള്ള വന്ന സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതായത് 474.9 ഗ്രാം സ്വർണം, 2.5 കിലോളം സ്വർണ്ണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ സ്മാർട്ട് ക്രിയേഷൻസ് തന്നെ കൊടുത്തതെന്നാണ് കഴിഞ്ഞ ദിവസം വിജിലൻസ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് ആ ഒരു സ്വർണം തിരികെ എത്തിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ചെമ്പ് പാളിയാണ് എന്നുള്ള കാര്യം മഹസറിൽ രേഖപ്പെടുത്തി
രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആവശ്യപ്പെട്ടപ്പോൾ അതിലെ സ്വർണം, അതായത് പൂശിയിരിക്കുന്ന സ്വർണം വീണ്ടും അലിയിച്ച് അതിൽ വീണ്ടും സ്വർണം പൂശുന്ന, അതായത് കുറഞ്ഞ അളവിൽ സ്വർണം പൂശുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് മാറിയത്? ഇത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്ക് എന്താണ്? അത് മാത്രമല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ഈ ശബരിമലയിലേക്ക് സ്പോൺസർഷിപ്പിലേക്ക് വരുന്നത്? ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷണ പരിധിയിൽ വരണമെന്ന് തന്നെയാണ് പ്രതിപക്ഷ സംഘടനകളുടെ ആവശ്യം. അത് തന്നെയാണ്. അതുകൂടി പരിഗണിക്കുമ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഒക്കെ അന്വേഷണത്തിലേക്ക്, അതിന്റെ ഇൻവോൾവ്മെന്റ് അന്വേഷിക്കുന്ന സാഹചര്യത്തിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയാണ് സംസ്ഥാനത്തെ അതായത് സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുള്ള ഒരു അന്വേഷണ ഏജൻസിക്ക് അത് അന്വേഷിക്കാൻ കഴിയുക? ഈ SIT-യിലുള്ളത് നമുക്കറിയാം, ക്രൈംബ്രാഞ്ച് DGP H. വെങ്കടേഷാണ് അന്വേഷണത്തിന് ചുമതല. മറ്റൊരാള് SP S. ശശിധരനാണ്. 2 SHO-മാരുണ്ട്. അതുപോലെ ഒരു സൈബർ വിദഗ്ധനുമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിന് അയച്ചിരിക്കുന്ന മെയിലിന്റെ അടിസ്ഥാനത്തിലാണ്, അതായത് ദേവസ്വം പ്രസിഡന്റിന് 2019 അയച്ച മെയിലിന്റെ അടിസ്ഥാനത്തിലാണ് സൈബർ വിദഗ്ധനെ കൂടി അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. എന്നിരുന്നാൽ പോലും അത് മറ്റ് ഇത്തരം ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ, മറ്റ് കമ്മ്യൂണിക്കേഷനുകൾ ഉണ്ടായിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് സൈബർ വിദഗ്ധനെ കൂടി ഉൾപ്പെടുത്തുന്നതെന്നാണ് കോടതി അന്ന് വ്യക്തമാക്കിയത്. എന്നിരുന്നാൽ പോലും അത് സംസ്ഥാനത്തിനുള്ളിൽ നടക്കുന്ന അന്വേഷണം മാത്രമേ ആകുന്നുള്ളൂ. പക്ഷേ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണം എന്നുള്ള നിരന്തരം ആവശ്യമാണ് ഈ ED ഇടപെടുന്നതോടെ കൂടി ഒരു പക്ഷേ. ഏതായാലും ശബരിമല സ്വർണ്ണമോഷണം അന്വേഷിക്കാൻ EDയും എത്തുന്നു എന്ന വളരെ നിർണായക വിവരമാണ് ഈ ഘട്ടത്തിൽ പ്രേക്ഷകർക്കായി നൽകാനുള്ളത്. ED പ്രാഥമികമായ വിവരശേഖരണം ആരംഭിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പിന്നിലുള്ള സാമ്പത്തിക ഇടപാടുകളിൽ നിരവധി സംശയങ്ങളുണ്ട്. ഭക്തർ, വിശ്വാസികളൊക്കെ ആ സംശയങ്ങൾ പലതവണ ഉന്നയിച്ചതാണ്. കേരളത്തിലെ ഏജൻസികൾ മാത്രം അന്വേഷിച്ചാൽ പുറത്തു വരുന്നതാണോ ഈ ശബരിമല സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ എന്ന സംശയമുണ്ടായിരുന്നു. അതൊക്കെ ദൂരീകരിക്കാനായി പോകുന്നു. ED കൂടി വരുമ്പോൾ ഈ വിഷയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുകയാണ്. ഓരോ മേഖലയിലും അരിച്ച് പരിശോധിക്കും ED എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൽ പ്രതികൾക്ക് നോട്ടീസുകളെത്തും, അവർ ഹാജരാകേണ്ടി വരും, തെളിവുകൾ നൽകേണ്ടി വരും. ഇതിനിടെ സ്വർണ്ണപ്പാളി മോഷണത്തിൽ ശബരിമലയിൽ നിർണായക പരിശോധന ഇപ്പോൾ തുടരുകയാണ്. ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് KT ശങ്കരന്റെ നിർദ്ദേശപ്രകാരം സ്മാർട്ട് ക്രിയേഷൻസ് പ്രതിനിധികൾ കൂടി സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. പുതുതായി സ്വർണം പൂശി തിരികെ എത്തിച്ച ദ്വാരപാലക ശില്പത്തിന്റെ പരിശോധന നടക്കുന്ന സാഹചര്യത്തിലാണ് സ്മാർട്ട് ക്രിയേഷൻസ് പ്രതിനിധികളെയും സന്നിധാനത്തേക്ക് വിളിപ്പിച്ചത്. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ശശിനാരായണൻ, നിർണായകമായ പരിശോധനയാണ്. സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഒരു സാന്നിധ്യം, അത് ഈ പരിശോധന എത്രത്തോളം സഹായകരമാകുമെന്നാണ് ഇപ്പോൾ അമിക്കസ് ക്യൂറി കരുതുന്നത്? രഞ്ജിത്തെ, ശബരിമലയിലെ പരിശോധനകൾ തുടരുകയാണ്. നമ്മൾ പറയുന്ന പോലെ ഈ കേസ് വളരെ ഗൗരവപരമായ രീതിയിൽ പോകുന്നു. ED കൂടി അന്വേഷണത്തിൽ വരുന്നു. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളിലേക്ക് ഇത് മാറുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യം നമുക്ക് പങ്കുവെക്കാനുള്ളത്. എന്തായാലും പരിശോധനകൾ ശബരിമലയിലെ ഈ ദേവന് കിട്ടിയിട്ടുള്ള, ശബരിമല അയ്യപ്പന് ലഭിച്ചിട്ടുള്ള സ്വർണ്ണമടക്കമുള്ള വസ്തുവകളുടെ കാര്യങ്ങളാണ് കൃത്യമായി പരിശോധിക്കുന്നത്. അത് ഇന്നലെയും തുടർന്നുകൊണ്ടിരുന്നു. ഇന്നലെ മറ്റു കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. രേഖകൾ, അതായത് രജിസ്റ്ററുകൾ, മകസറുകളൊക്കെ പരിശോധന നടത്തിയെങ്കിലും ഇന്ന് ദ്വാരപാലക ശില്പങ്ങളുടെ പരിശോധനയാണ്. സ്വർണം പൂശി കൊണ്ടുവന്നതിന് ശേഷമുള്ള ദ്വാരപാലകരുടെ ശില്പങ്ങളെ സംബന്ധിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത്. സ്വർണ്ണത്തിലുണ്ടായിരുന്ന കുറവുണ്ട്, നമുക്കറിയാം. അതെല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് ഇന്നത്തെ പരിശോധന. അതുകൊണ്ടാണ് സ്മാർട്ട് ക്രിയേഷൻസ് അവിടെയാണ് ഈ സ്വർണം പൂശുന്ന കാര്യം അടക്കമുള്ള ഈ ദ്വാരപാലക ശില്പം അവിടെ എത്തിക്കുകയും ആ പാളി അവിടെ എത്തിക്കുകയും അവിടെ സ്വർണം പൂശി തിരികെ എത്തിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പ്രതിനിധി കൂടി ഇപ്പം സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. അവരെയും ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ വിവരങ്ങൾ കൂടി ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരെ വിളിച്ചു വരുത്തുകയാണ് ചെയ്തത്. എന്തായാലും അവരുടെ സാന്നിധ്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. എന്തായാലും കോടതിയുടെ ഒരു കൃത്യമായ നിരീക്ഷണത്തിലൂടെയാണ് പരിശോധന തുടരുന്നത്. വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായത് സാഹചര്യത്തിലാണ് ഇത്തരം പരിശോധനകൾ ആവശ്യമായി വരുന്നത്. സമാനതകളില്ലാത്ത രീതിയിലേക്ക് കേസുകൾ മാറുന്നു എന്നുള്ളതാണ്, സ്വർണ്ണപ്പാളി വിവാദം മാറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസിൽ ദേവസ്വം ബോർഡ് പ്രതി ചേർത്ത കൂടിയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള കഴിഞ്ഞ 2019 ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള 8ഓളം പേരെ പ്രതി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമുള്ള കേസായി ഇത് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം EDയും അന്വേഷണത്തിനായി വരുന്നു എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. സമഗ്രമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകും. ആരാണ് ഇതിനകത്ത് സ്വർണം പാളി വിവാദവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് നടത്തിയുള്ള, കവർച്ച നടത്തിയുള്ള എന്നവരെ കണ്ടെത്തുക എന്നുള്ള പ്രധാനമായ ലക്ഷ്യം. അതുകൊണ്ട് രേഖകളിൽ കൃത്രിമം കാണിച്ചിട്ടുള്ളൂ. ആ സമയത്ത് 2019 ഈ ദേവസ്വം ബോർഡിന്റെ അനുമതിയില്ലാതെ ഈ കട്ടള അടക്കമുള്ള കട്ടള പാൽ, അത് സ്വർണ്ണം പൂശിനെ കൊണ്ടുള്ള അനുമതിയില്ലാതെ ദേവസ്വം സെക്രട്ടറി തന്നെ സ്വയം എടുത്ത തീരുമാനമാണോ ഇത് ഇത്തരത്തിൽ അവിടെ കൊണ്ടുപോകാനുണ്ടായ കാരണം? ഇതെല്ലാം
പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് 2010 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറാണ്. പത്മകുമാർ അദ്ദേഹം പറഞ്ഞു, ഞാനതിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഈ കാര്യത്തിൽ വസ്തുപരമായിട്ട് ഒരു കാര്യവും ശബരിമലയെ സംബന്ധിച്ച് ഒരു തരി സ്വർണം നഷ്ടപ്പെടുന്ന കാര്യത്തിൽ പോലും ഞാൻ ഇടപെട്ടിട്ടില്ല എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം അല്പസമയം വ്യക്തമാക്കുകയും ചെയ്തു. അത് വിശദമായ ഒരു അന്വേഷണം അദ്ദേഹം പറയുന്നുണ്ട് തന്നെ കൂടി പ്രതിയേർത്ത് തന്നെ ബലിയാടാക്കിക്കൊണ്ടുള്ള നീക്കം നടക്കുന്നു. അങ്ങനെ ഒരു സംശയം പത്മകുമാറിനുണ്ട് ശശിനാരായണൻ. കാരണം ആദ്യം മുതൽ തന്നെ ഈ പത്മകുമാർ പ്രസിഡന്റായ ദേവസ്വം ഭരണസമിതിയെ കുറ്റപ്പെടുത്താനാണ് മന്ത്രിയും ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമൊക്കെ തുടർച്ചയായി ശ്രമിച്ചിരുന്നത്. തങ്ങളുടെ കാലഘട്ടത്തിലൊന്നും നടന്നിട്ടില്ല. പക്ഷേ തങ്ങളുടെ പാർട്ടി തന്നെ ഭരിച്ചിരുന്ന, തങ്ങളുടെ പാർട്ടിയുടെ പ്രതിനിധികളായ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഭരിച്ചിരുന്ന സമയത്തെ തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നത് എന്നാണ് ഇപ്പോഴത്തെ പ്രസിഡന്റും മന്ത്രിയും ഒക്കെ വ്യക്തമാക്കുന്നത്. അത് വളരെ കൃത്യമായി തന്നെ പത്മകുമാറിന് മനസ്സിലാകുന്നുമുണ്ട്. തീർച്ചയായിട്ടും പത്മകുമാർ അക്കാര്യം വളരെ കാര്യമായ കൃത്യമായ രീതിയിലാണ് പത്മകുമാർ പറയുന്നത്. കാരണം 2019 ഈ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് താൻ മാത്രമല്ല, ക്ഷേത്രത്തിന്റെ പ്രധാനമായുള്ള തന്ത്രി, അതായത് തന്ത്രി ആ സമയത്ത് തന്ത്രിയുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉള്ള സമയത്ത് തന്ത്രി കൂടി ഇതിന് പറയാതെ പറയുകയാണ്. തന്ത്രിയുടെ അനുവാദമില്ലാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം പറയാതെ പറയുകയാണ് പത്മകുമാർ. ഒപ്പം തന്നെ രാഷ്ട്രീയപരമായി തന്റെ പാർട്ടിയിലുള്ളവർ തന്നെ രാഷ്ട്രീയപരമായി ചില കാര്യങ്ങളൊക്കെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഇത്തരത്തിലുള്ള സൂചന കൂടി നൽകുന്നുണ്ട്. എന്തായാലും യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിലെല്ലാം പത്മകുമാർ പാർട്ടിക്ക് പ്രതിസ്ഥാനത്താണ് നിന്നത്. ആ സ്ഥാനമെല്ലാം അതിനുശേഷം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഇപ്പോഴും അത്തരത്തിൽ പത്മകുമാറിനെ പാർട്ടിയിലുള്ളവർ തന്നെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു പറയാതെ പറയുന്ന കാര്യം കൂടി പത്മകുമാർ പങ്കുവെക്കുന്നുണ്ട്. ഒപ്പം തന്ത്രി ശബരിമല ആ സമയത്ത് 2019 തന്ത്രിയുടെ അനുമതിയില്ലാതെ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ശബരിമലയുടെ ഇടപാടുകൾ വിശദമായി പരിശോധിക്കേണ്ടതാണ്. അത്തരത്തിൽ പരിശോധിച്ചെങ്കിൽ മാത്രമേ ഇതിന് കൃത്യമായ വിവരം പുറത്തു വരുത്തുള്ളൂ. അതുകൊണ്ട് തന്റെ എല്ലാ സഹകരണവും ഇതിനകത്തുണ്ടാവും. താനെ ബലിയാടാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള കാര്യമാണ് പത്മകുമാർ പങ്കുവെക്കുന്നത്. എങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ 2007 ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തുന്നത്. അന്ന് ഉണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായം ചെയ്തു കൊടുത്തിരുന്ന ആളുകളും തന്ത്രി അടക്കമുള്ള ആളുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാം. കീഴ്ശാന്തിയുടെ സഹായിയായിട്ടാണ് അദ്ദേഹം അവിടെ എത്തുന്നത്. ആ കാലഘട്ടം തൊട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കട്ടെ, താൻ അതിൽ ഒന്നും ചെയ്തിട്ടില്ല, വിശദമായ ഒരു അന്വേഷണം നടക്കട്ടെ എന്നുള്ള കാര്യം തന്നെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നു. അത് പാർട്ടിയുടെ ഭാഗത്തു നിന്നാലും ഒപ്പം തന്നെ ആരാണോ ദേവസ്വം ബോർഡ് സ്ഥാനത്തേക്ക് നിയമിച്ചിട്ടുള്ളത് ആ ഉന്നതരുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടക്കുന്നുള്ള കാര്യം പറയാതെ പറഞ്ഞു വെക്കുകയാണ് പത്മകുമാർ. എന്തായാലും വിശദമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ സത്യാവസ്ഥ പുറത്തു വരികയുള്ളൂ എന്നുള്ള കാര്യമാണ് പത്മകുമാർ പറയുന്നത്. ഏത് അന്വേഷണത്തെയും നെഞ്ചു വിരിച്ച് താൻ നേരിടും എന്നാണ് പത്മകുമാർ പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ചില കാര്യങ്ങൾ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ സമഗ്രമായ അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരികയുള്ളൂ. എവിടെയാണ് വീഴ്ചകൾ സംഭവിച്ചത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതേസമയം 2019 ബോർഡിന്റെ അനുമതിയില്ലാതെ ദേവസ്വം സെക്രട്ടറി എങ്ങനെ ഇങ്ങനൊരു അനുമതി കൊടുത്തു എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ പരസ്പരം ഉദ്യോഗസ്ഥരെ മാത്രം പരിഹരിക്കാതെ കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകണമെന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയാതെ പറയുന്നത്. എന്തായാലും ഇഡിയുടെ അന്വേഷണത്തിന് വരുന്നു. ഒപ്പം ദേവസ്വം ബോർഡിലെ ബോർഡ് അംഗങ്ങളും ഒപ്പം പത്മകുമാർ അടക്കം പ്രതിസ്ഥാനത്തേക്ക് വരുന്നു. അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ഒരു വിവാദം അല്ലെങ്കിൽ ഒരു ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട ഒരു ഗൂഢാലോചന കൂടി ഇതിനകത്ത് ഉണ്ടായി എന്നുള്ള കാര്യം കൂടി ഉണ്ട്. എന്തായാലും തന്ത്രിയുടെ പ്രതികരണം കൂടി അല്പസമയത്തിന് ലഭിക്കും. അതോടെ കഴിയുമ്പോഴായിരിക്കും നമുക്ക് കൃത്യമായി അറിയുന്നത്. ആ 2019 തന്ത്രി ഇപ്പോഴും ശബരിമലയിൽ നിർണായകമായ പരിശോധന തുടരുകയാണല്ലേ? ജസ്റ്റിസ് കെ ടി ശങ്കരൻ സന്നിധാനത്തുണ്ട്. ഇന്നലെ ചില പരിശോധന ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിനുശേഷം ആറന്മുളയിലെത്തി, തിരുവാഭരണ കമ്മീഷൻ ഓഫീസിലെത്തി, അവിടെയും തെളിവെടുപ്പുണ്ട് എന്ന് മനസ്സിലാകുന്നു. ദ്വാരപാലക ശില്പങ്ങളടക്കം പരിശോധിച്ചു. ഇപ്പോൾ മനസ്സിലാകുന്നത് ആലില, അതായത് ഈ സന്നിധാനത്തെ കൊടിമരത്തിലെ ആലില പാളികളും ഇളകി വീണിട്ടുണ്ട്. അത് പലതും മോഷണം പോയി എന്ന വാർത്തകളൊക്കെ ഇപ്പോൾ മാധ്യമങ്ങൾ രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയുമൊക്കെ ഉണ്ടാകും അല്ലേ? രഞ്ജിത്ത്, ശബരിമലയിൽ നടന്നിട്ടുള്ള, അതായത് നേരത്തെ മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള രജിസ്റ്റർ അടക്കം, രേഖകളടക്കം, മകസർ അടക്കമുള്ള കാര്യങ്ങളെ സമഗ്രമായി പരിശോധിക്കുന്നത്. എവിടെങ്കിലും തരത്തിൽ ഈ രേഖകളിൽ വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി പിടിവീഴുമെന്ന കാര്യത്തിൽ സംശയമില്ല. കോടതിയുടെ നിരീക്ഷണത്തിലാണ് പരിശോധന നടക്കുന്നത്. അത് ദേവസ്വം കമ്മീഷണർ, ദേവസ്വം സെക്രട്ടറി, ഒപ്പം എക്സിക്യൂട്ടീവ് ഓഫീസർ, അങ്ങനെ ദേവസ്വവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സാന്നിധ്യത്തിലാണ് പരിശോധന നടക്കുന്നത്. ഇന്ന് ദ്വാരപാലകരുടെ പരിശോധനയാണ് നടക്കുന്നത്. ഓണത്തിന് മുമ്പ്, ഓണം കഴിഞ്ഞതിന് ശേഷം ഈ ദ്വാരപാലകർ സ്വർണ്ണം പൂശാൻ കൊണ്ടുപോയി തിരികെ എത്തിച്ചിട്ടുണ്ട്. അതിന്റെ പരിശോധനയാണ് നടന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പ്രതിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിശോധന നടക്കുന്നത്. അതിനുശേഷം ഏറ്റവും കൂടുതൽ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സ്വത്തുവകകളും ഈ മറ്റ് ദേവന് കിട്ടിയുള്ള സ്വർണ്ണാഭരണങ്ങളെ കുറിച്ച് രേഖകളുള്ളത് ആറന്മുളയിലാണ്. ആറന്മുള
സ്ട്രോങ് റൂമിലാണ്. അതുകൂടി പരിശോധിച്ചെങ്കിൽ മാത്രമേ ഇത് കൃത്യമായി ഇതിനകത്ത് എന്തെല്ലാം രീതിയിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ബോർഡിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഒരു പരിശോധന കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ച് തുടർച്ചയായി ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്മാർട്ട് സ്റ്റേഷൻസിനുള്ള പങ്ക് വല്ലതും ഉണ്ടോ, അവരുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടോ, ഉദ്യോഗസ്ഥർക്കാണോ വീഴ്ച, അതല്ല മറ്റു ബോർഡ് അംഗങ്ങൾക്കാണോ ഉണ്ടായിട്ടുള്ളത്, ഈ കാര്യങ്ങളെല്ലാം ഈ രേഖകൾ പരിശോധിച്ചാൽ കണ്ടെത്താൻ കഴിയുമെന്നുള്ള വിശ്വാസം കൂടി കോടതിക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായ ഒരു പരിശോധന സന്നിധാനത്ത്. എന്തായാലും പത്മകുമാർ പറയുന്നത് താൻ ഒരു കാര്യവും ഇതുവരെ ശബരിമലയുമായി ബന്ധം ഒരു തരി പൊന്നുപോലും നഷ്ടപ്പെടാൻ ഒരു സാഹചര്യം താൻ ഒരുക്കിയിട്ടില്ല, താൻ തന്റെ ബോർഡോ തന്റെ കാലഘട്ടത്തിൽ അത് ഉണ്ടായിട്ടില്ല ഉള്ള കാര്യമാണ് പത്മകുമാർ പറയുന്നത്. അതനുസരിച്ച് ഒരു പരിശോധനയും കാര്യങ്ങളുമാണ് നടക്കുന്നത്. എന്തായാലും പത്മകുമാർ വിരൽ ചൂണ്ടുന്നത് ആ 2019 തന്ത്രിയായിരുന്നിട്ടുള്ള ക്ഷേത്ര തന്ത്രിയും ഒപ്പം തന്ത്രിയുടെ അനുമതിയില്ലാതെ കാര്യങ്ങളില്ലാതെ ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് പോകാൻ കഴിയില്ല. അദ്ദേഹത്തിനൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ചില ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം അന്വേഷിക്കണം. അന്വേഷിച്ച് സത്യാവസ്ഥ എന്താണെന്ന് പുറത്തു കൊണ്ടുവരട്ടെ, അതിന് സഹകരിക്കുമെന്നാണ് പത്മകുമാർ വ്യക്തമാക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും ജസ്റ്റിസ് KT ശങ്കരൻ സന്നിധാനത്ത് തുടരുകയാണ്. ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിയാണ് അദ്ദേഹം. അമിക്കസ് ക്യൂറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൈക്കോടതിയുടെ ഹൈക്കോടതി ബെഞ്ചിൻ്റെ കണ്ണാണ് അമിക്കസ് ക്യൂറി എന്ന് പറയുന്നത്. കോടതി കാണുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ. വളരെ കൃത്യമായ റിപ്പോർട്ട് കോടതിക്ക് നൽകുക എന്നുള്ളതാണ് ചുമതല. വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ ജസ്റ്റിസ് KT ശങ്കരൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഓരോ വിഷയവും ഇഴകീറി അദ്ദേഹം പരിശോധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് ഈ പരിശോധന സന്നിധാനത്തുണ്ടാകും. തിരുവാഭരണം ഓഫീസുണ്ട് ആറന്മുളയിൽ, അവിടെയും പരിശോധന ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഉണ്ടാകുന്നു. ഇതിനിടയിലാണ് ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നും മനസ്സിലാകുന്നത്. അങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ള പുതിയ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ ഡാൻ കുര്യൻ, ശശിനാരായണൻ, ആജ്ഞ രവീന്ദ്രൻ, ഒപ്പം BV അരുൺ എന്നിവരാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.